ഏതായാലും പകുതി വില തട്ടിപ്പിൽ അനന്തകൃഷ്ണനൊപ്പം ജനതാദൾ മെമ്പർക്കെതിരെയും പരാതി ഉയരുന്നു. നല്ലേപ്പള്ളി പഞ്ചായത്ത് മെമ്പർ പ്രീതി രാജിനെതിരെയാണ് പരാതി. പ്രീതിയാണ് സീഡ് സൊസൈറ്റിയുടെ തൃശൂർ ബ്രാഞ്ചിലെ കോർഡിനേറ്ററായി പ്രവർത്തിച്ചിരുന്നത്. പ്രീതിക്കെതിരെ എഫ്ഐആർ സൊസൈറ്റിയുടെ ചിറ്റൂർ ബ്രാഞ്ചിലെ കോർഡിനേറ്ററായിരുന്നു പ്രീതിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇക്ബാൽ അറക്കലുണ്ട് വിശദാംശങ്ങളുമായി. ഇക്ബാൽ, തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമാകുമ്പോൾ മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും ഇതിലേക്ക് ആകർഷിക്കപ്പെടുകയും ഭാഗഭാക്കാവുകയും ചെയ്തിട്ടുണ്ട്. ചിറ്റൂരിലെ ഒരു അവസ്ഥ എന്താണ്? ജനതാദളിന്റെ മെമ്പർക്കെതിരെയാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. വിനീത, അതായത് പാലക്കാട് ജില്ലയിൽ തന്നെ ഈ സീഡ് സൊസൈറ്റി മുഖാന്തരമുള്ള ഈ പകുതി വില തട്ടിപ്പിന്റെ ഏറ്റവും കൂടുതൽ പരാതികൾ ഉയർന്നു വന്നിട്ടുള്ളത് ചിറ്റൂർ മേഖലയിൽ നിന്നാണ്. ചിറ്റൂരിലെ പെരുമാട്ടി, നല്ലേപ്പള്ളി, വടകരപ്പതി, പൊൽപ്പുള്ളി മേഖലകളിൽ ഉള്ള ആളുകളാണ് കൂടുതലും ഈ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. ഏകദേശം 350-ലധികം ആളുകളാണ് ഈ പ്രദേശത്ത് മാത്രം, ചിറ്റൂർ പ്രദേശത്ത് മാത്രം ഈ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. ഇവരിൽ ചില ആളുകൾ ചിറ്റൂർ പോലീസിൽ നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ചിറ്റൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ കേസെടുത്തുള്ള ഈ എഫ്ഐആറിൽ കൃത്യമായി തന്നെ ഒന്നാം പ്രതിയായിട്ടുള്ള സീഡ് സൊസൈറ്റിയുടെ സംസ്ഥാന തലത്തിലെ ചീഫ് കോർഡിനേറ്ററായിട്ടുള്ള അനന്തകൃഷ്ണനും, രണ്ടാം പ്രതിയായിട്ടുള്ളത് നല്ലേപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് മെമ്പറായിട്ടുള്ള ജനതാദൾ എസിന്റെ പ്രീതി രാജനാണ് രണ്ടാം പ്രതിയായിട്ടുള്ളത്. പ്രീതി രാജനാണ് സീഡ് സൊസൈറ്റിയുടെ ചിറ്റൂർ ബ്രാഞ്ചിലെ കോർഡിനേറ്ററായി പ്രവർത്തിച്ചിരുന്നത്. ഇവരെയാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പരാതിക്കാർ നൽകിയിട്ടുള്ള പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിൽ രണ്ടാം പ്രതിയാക്കിയിട്ടുള്ളത് പോലീസ്. ഇവരുടെ നേതൃത്വത്തിലാണ് ഈ 350-ലധികം വരുന്ന ആളുകളെ ഈ സീഡ് സൊസൈറ്റിയിലേക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പോലീസും കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും ചിറ്റൂർ മേഖലയിൽ ഈ ജനതാദളിന്റെ കൂടുതൽ നേതാക്കൾക്കും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പങ്കുണ്ട് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ മറ്റ് പാർട്ടികൾ ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ചും BJPയുടെ പ്രാദേശിക ഘടകങ്ങൾ ഉൾപ്പെടെ ജനതാദളിന്റെ മുതിർന്ന നേതാക്കൾക്ക് ഉൾപ്പെടെ ഈ തട്ടിപ്പിൽ പങ്കുണ്ടെന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിപ്പോൾ രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ പ്രീതി രാജനുമായി സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് നാട്ടുകാർക്ക് ഉപകാരം ഉണ്ടാവുന്ന പദ്ധതിയാണെന്ന് വിചാരിച്ചാണ് ഇതിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിച്ചിരുന്നത്. തട്ടിപ്പുണ്ടാവുന്ന പദ്ധതിയാണെന്ന് മനസ്സിലായിരുന്നില്ല. നേരത്തെ പദ്ധതിയിൽ നിന്ന് സാധനങ്ങൾ കിട്ടിയ ആളുകളുമായി സംസാരിച്ചിരുന്നു. അവരെല്ലാം സാധനങ്ങൾ കിട്ടി എന്ന് ഉറപ്പ് നൽകിയതിനു ശേഷമാണ് കോർഡിനേറ്ററായി പ്രവർത്തിച്ചതെന്നാണ്. ഏതായാലും ഇപ്പോൾ അനന്തകൃഷ്ണനെതിരെ പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് പ്രീതി രാജനോടുള്ള ആളുകളെന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വിനീത.